ഹായ് ഡിയേഴ്സ്, രേഷ്മ സജ്ജ് ഒഫീഷ്യൽ എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം. എന്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ലാലേട്ടന്റെ തുടരും എന്ന മൂവിയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, കാറിൽ നിന്ന് പോലും ഇറങ്ങിയിട്ടില്ല. പറയാനുള്ള ആവേശം കൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. ഒരു പ്രിപ്പറേഷനും ഇല്ല, അതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം, ക്ഷമിക്കുക. സിനിമ അടിപൊളിയാണ്, തീയാണ് സിനിമ, ഒരു രക്ഷയില്ല. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ലാലേട്ടനെ കാണാനാണ് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്നത്. ലാലേട്ടൻ ഫാൻസുകാർക്ക് ഭയങ്കര ആഘോഷമാക്കാൻ പറ്റിയ സിനിമയാണ്. ഞാൻ കട്ട ആരാധിക്കൊന്നും അല്ല, എങ്കിലും എനിക്ക് ലാലേട്ടന്റെ സിനിമകളെ ആരാധിക്കുന്ന ഒരു ആളാണ് ഞാനും. എൻ്റെ ഏട്ടൻ ഭയങ്കര കട്ട ഫാനാണ്. ഫാൻ ബോയ് മൊമെന്റ് ഒക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടു. ഏട്ടന്റെ കണ്ണൊക്കെ നിറയുന്നത് ഞാൻ കണ്ടു. അത്രയ്ക്ക് ആസ്വദിച്ചാണ് ഞങ്ങൾ സിനിമ കണ്ടത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം കണ്ട എല്ലാവരും ആസ്വദിക്കുന്നതും ആവേശം കൊണ്ട് കൈയടിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പം സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റാണ് മൂവി, നിങ്ങളും പോയി കാണുക. അത്രയ്ക്ക് അടിപൊളിയാണ് മൂവി. നമ്മൾ ആ പഴയ ലാലേട്ടന്റെ എല്ലാ വേർഷനും, കോമഡി ആയാലും സീരിയസ്നെസ് ആയാലും ഇമോഷണലി ഉള്ള കാര്യങ്ങളായാലും എല്ലാം ലാലേട്ടൻ നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ആദ്യം നമ്മൾ താങ്ക്സ് പറയേണ്ടത് തരുൺ മൂർത്തിക്കാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. സിനിമ രചിച്ചിരിക്കുന്നത് KR സുനിലാണ്. പ്രൊഡ്യൂസർ M രഞ്ജിത്ത് ആണ്. സിനിമ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്ത് തുടങ്ങും. ഇതെങ്ങും ഫ്ലോപ്പായി പോവാൻ തോന്നില്ലെന്നുള്ളൊരു ഫീല് നമുക്ക് തുടക്കത്തിലേ തോന്നി തുടങ്ങും. തുടക്കമൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്താണ് കണ്ടത്. സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പറാണ്. അതിനകത്ത് നമുക്ക് അങ്ങനെ എടുത്തു എല്ലാം പറയാൻ പറ്റത്തില്ല, സ്പോയിലറാണ്. അപ്പൊ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ച കുറെ കാര്യങ്ങളാ, അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ രംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സൂപ്പർ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷനും തുടർന്നുള്ള സംഭാഷണങ്ങളും പിന്നെ ഫാമിലി കാണിക്കുന്നതും പിന്നെയാണ് നമ്മളിപ്പം അതിനകത്ത് ഫേമസ് ആയ പാട്ടൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ടിനകത്ത് മൊത്തം ആ പാട്ട് ഫുള്ള് നമുക്ക് നല്ല ഫീലോട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അവരുടെ ആ ഫാമിലിയും മൊത്തത്തിലുള്ള ആ ഒരു വിഷ്വൽസും എല്ലാം സൂപ്പറാണ്. പിന്നെ ശോഭന മാമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ, മാമിന് ഒത്തിരി അങ്ങനെ അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ചില രംഗങ്ങൾ, അതായത് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള ചില 2-3 നോട്ടങ്ങളുണ്ട്. അതൊരു 1.5 നോട്ടമാണ്. കാര്യം നമ്മള് നാഗവല്ലിയെ കണ്ടതാണ്. മാമിന്റെ ആ ഒരു റോള് വേറെ ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടാതെ പോയതിന്റെ കാര്യം മാമിന്റെ ആ കണ്ണുകൊണ്ടുള്ള നടനമാണ്. അതിവിടെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ മാസ് പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ഹാഫിൽ ആ കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് മാസാണ്. ഡയലോഗ്സ് ആയാലും ഫൈറ്റ് ഒക്കെ സൂപ്പറാണ്. ഒരു നമ്മുടെ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഡയലോഗ്സും എല്ലാം സൂപ്പറാണ്. അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ആ സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്, സംവിധാനവും ചെയ്തിരിക്കുന്നത്. അത് നല്ല നീതി പുലർത്തിയിട്ടുണ്ട്. ലാലേട്ടൻ എന്ന നടന് എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള ആ ഒരു രീതിയിൽ പൂർണ്ണമായിട്ടും പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും സംവിധാനവും ഒക്കെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ലാലേട്ടൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിനെ, അതായത് ഈ ഫാൻസ് എന്നുള്ള രീതിക്ക് അപ്പുറം അദ്ദേഹത്തിന് മികച്ച ഒരു നടനാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. അപ്പൊ ആ നടനം അതുപോലെ കൊണ്ടുവരാൻ ഇത്തരം കഥകൾക്ക് കഴിയും, സംവിധായകർക്ക് കഴിയും. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. മോഹൻലാലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഇത്തരം സിനിമകളിലൂടെ എടുത്തു പറയാൻ പറ്റുന്നു. പിന്നീട് കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇർഷാദ്, മണിയൻ പിള്ള രാജു, കൃഷ്ണപ്രഭ, അങ്ങനെ കുറെ. ലാലേട്ടന്റെ മോനായിട്ട് വരുന്നത് തോമസ് മാത്യു ആണ് മോനായിട്ട് വരുന്നത്. പിന്നെ മകളുടെ കഥാപാത്രം എല്ലാവരും അവരവരുടെ റോളുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റോളിൽ വരുന്ന ഒരു കഥാപാത്രമുണ്ട്, പ്രകാശ് വർമ്മയാണ് അത് ചെയ്തിരിക്കുന്നത്. സൂപ്പർ പെർഫോമൻസ് എന്ന് വെച്ചാൽ സൂപ്പർ പെർഫോമൻസ്. അന്യായ ലാലേട്ടന്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങ് ആ അഭിനയത്തോട് നമുക്ക് വലിയ ഇഷ്ടം തോന്നും ആ ഒരു രീതിയിൽ. ഇനിയും അദ്ദേഹത്തിന് കൂടുതൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്തരം റോളുകളൊക്കെ വരും എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു അനുഭവം നൽകുന്ന
രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓരോരോ റോളുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നത് ലാലേട്ടന്റെ ഫൈറ്റ് ആണ്. ഒരു രക്ഷയില്ല. ഫൈറ്റും ഇമോഷണലി ലാലേട്ടന്റെ ഇമോഷൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹം കരയുമ്പോഴായാലും ചിരിക്കുമ്പോഴായാലും ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ലാലേട്ടൻ പ്രകടിപ്പിക്കുന്ന വികാരം അതിനനുസരിച്ച് നമ്മൾ ഇക്കാലം അത്രയും സഞ്ചരിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ഈ സിനിമയിലും സഞ്ചരിക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ സിനിമകളിലെ കുറെ ഡയലോഗ്സ് ഒക്കെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് സിറ്റുവേഷൻസ് ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് സൂപ്പറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതായത് നമ്മളിപ്പോ ഈ ട്രോളുകളിലൊക്കെ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പറയുമല്ലോ, ഈ സിനിമ ഡയലോഗ്സ് ഒക്കെ നമ്മൾ പറയത്തില്ലയോ, അതുപോലെ ഇവരും അവരുടെ ആ ഒരു കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുന്നത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിരുന്നു. ഇനി എടുത്തു പറയേണ്ട ഒരാള് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എടുത്തു പറയേണ്ടത് ജേക്സ് ബിജോയുടെ മ്യൂസിക്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ആ സിനിമയായിട്ട് അങ്ങ് ഇഴുകി ചേർന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ അതിന്റെ കൂടെ കൊണ്ടുപോകും. പാട്ട് അതിന്റെ ഒപ്പം അങ്ങ് സഞ്ചരിക്കുക. അതിലെ കഥാപാത്രം പോലെ മറ്റൊരു കഥാപാത്രമാണ് ഇതിലെ ബ്ലാക്ക് അംബാസിഡർ. നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ ബെൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ വിളിപ്പേര്. കഥാപാത്രത്തിന്റെ പേര് മറ്റൊന്നാണ്. അദ്ദേഹത്തിന് ബെൻസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കാര്യം ഈ വണ്ടിപ്രാന്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കഥയ്ക്കകത്തുള്ള ഫ്ലാഷ് ബാക്ക് ആയാലും അതിനെയൊക്കെ ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി ആയാലും അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്കിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് ആ മാസ് പെർഫോമൻസുമായിട്ടൊക്കെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ആ പഴയ ലാലേട്ടനെ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതിനകത്ത് ഒന്ന് മൂവിയിലെ ഒരു സീനുണ്ട്. സീൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ലാലേട്ടൻ പ്രത്യേകിച്ച് കണ്ണിന്റെ ആ ഒരു ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അതേ മൂവിയിലെ ലാലേട്ടനെയാണ് ഓർമ്മ വന്നത്. അത് ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഏട്ടന്റെ അടുത്ത് അന്നേരം തന്നെ പറയുകയും ചെയ്ത്. അത്തരത്തില് പഴയ ലാലേട്ടന്റെ പല ഭാവങ്ങളും ഇങ്ങനെ മിന്നി മറഞ്ഞ് നമ്മൾക്ക് അങ്ങ് എന്തോ പറയുന്നേ, ഇങ്ങനെ നമ്മളെ കോരിത്തെരിപ്പുണ്ടാക്കി എന്ന രീതിയിലാണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നത്ത് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അബിൻ ബിനോ എന്ന ആക്ടർ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അബിന്റെ ആദ്യത്തെ ലാലേട്ടനോടൊപ്പമുള്ള സിനിമയാണ്. അവൻ ഇതിലൊരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയിട്ടുള്ള, ലാലേട്ടനൊപ്പം സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റോളാണ്. ചില പ്രധാന സംഭവങ്ങളിലേക്കൊക്കെ അവന്റെ കഥാപാത്രത്തിലൂടെയൊക്കെ ഈ കഥയിൽ കഥ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം അതിൽ സന്തോഷം തോന്നി. സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പം ആ ഒരു ആഘോഷം കൂടി ഞങ്ങൾക്കുണ്ട്. ആ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. മാത്രമല്ല ഈ വർഷം സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള അവന്റെ 2 സിനിമയും ആണ് റിലീസായിരിക്കുന്നത്. ബസൂക്കയിലും മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചു. ഇപ്പൊ ലാലേട്ടന്റെ തുടരും മൂവി സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അബിയുടെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സിനിമ രോമാഞ്ചമാണ്. അതിനുശേഷം ഇനിയിപ്പം സൂപ്പർ താരത്തിനോടൊപ്പമുള്ള ഈ സിനിമയും അതിന്റെ സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അബി ഒത്തിരി സന്തോഷം. പിന്നെന്താ, പിന്നെ മ്യൂസിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും സിനിമ പോയി കാണുക. സിനിമ തീയാണ്, ഒരു രക്ഷയില്ല. ലാലേട്ടൻ തുടരും. അപ്പോൾ സിനിമയുടെ പേര് പോലെ തന്നെ ഇനി ഞങ്ങളുടെ ചാനലും തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് തൊട്ടേരെ. ഓക്കെ, ബൈ.